بسم الله الرحمن الرحيم إذا جاء نصر الله والفتح. இணை வைப்பின் அபாயங்கள் என்ற தலைப்பில் தமிழ்நாடு தௌஹீத் ஜமாத் மணக்காடு மஸ்ஜித் இமாம் முகமது ஷா இம்தாதி அவர்கள் இப்பொழுது உரையாற்றுவார்கள். அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. அல்ஹம்துலில்லாஹி நஹ்மதுஹு வ நஸ்தஈனுஹு வ நு'மினு பிஹி வ நதவக்கலு அலைஹி வ நஊது பில்லாஹி மின் ஷுரூரி அன்ஃபுஸினா வ மின் ஸய்யிஆத்தி அஅமாலினா மன் யஹ்திஹில்லாஹு ஃபலா முضில்ல லஹு வ மன் யுضللஹு ஃபலா ஹாதிய லஹு. அஷ்ஹது அன் லா இலாஹா இல்லல்லாஹு வஹ்தஹு லா ஷரீக லஹு وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. بل الله فاعبد وكن من الشاكرين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലെ വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളോട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ പ്രബോധനം തുടങ്ങിയ ആദ്യ കാലഘട്ടം ശക്തമായ എതിർപ്പുകളെ തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യവരഹസ്യമായി പ്രബോധനം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ റസൂൽ രഹസ്യമായി ഒതുങ്ങിയെങ്കിലും നബിയെക്കുറിച്ചുള്ള ചർച്ചകൾ, പ്രവാചകൻ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹത്തിൽ വലിയ വ്യാപകമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. എതിർക്കപ്പെടുമ്പോൾ, വിമർശിക്കപ്പെടുമ്പോൾ ഏതൊരു പ്രസ്ഥാനവും ഏതൊരു സംഗതിയും വളരുമെന്നുള്ളതുപോലെ റസൂലുള്ളാഹിയെ ശക്തമായ എതിർപ്പുകൾ കൊണ്ട് പ്രവാചകനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുമ്പോഴും റസൂലിനെ കുറിച്ച് മക്കയിൽ ഒരു പുതിയ ആശയം വന്നിട്ടുണ്ട്, ഒരു പുതിയ വ്യക്തിയുടെ പിറവി ഉണ്ടായിട്ടുണ്ട് എന്നൊരു ചർച്ച സമൂഹത്തിൽ പരക്കെ വ്യാപകമായൊരു ഘട്ടത്തിൽ അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല അൻഹു എന്ന ചെറുപ്പക്കാരൻ്റെ അടുക്കിലേക്കും ഈ വാർത്ത എത്തുന്നുണ്ട്. ഒരു പുതിയ ആൾ, ഒരു പുതിയ ആശയവുമായി വന്നിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം പറയുന്നുണ്ട്. മക്കത്തും മദീനത്തുമൊക്കെ അറേബ്യയിൽ പൊതുവിൽ കണ്ടുവന്നൊരു ജീവിത സംസ്കാരത്തോട് എനിക്ക് തന്നെ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം സ്വാഭാവികമെന്ന പോലെ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വിശ്വാസങ്ങളും ജീവിത ചിട്ടകളുമാണ് ആ സമൂഹത്തിൽ കണ്ടുവന്നിരുന്നത്. വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുകയും അവയ്ക്ക് മുമ്പിൽ നേർച്ചകളും വഴിപാടുകളുമായി നിൽക്കുകയും അവയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പോലെ വിഡ്ഢിത്തരം എന്തുണ്ട് എന്നെൻ്റെ മനസ്സാക്ഷി പലപ്പോഴും എന്നോട് പോലും ചോദിച്ചു പോയ ഒരു ഘട്ടത്തിലൂടെ കടക്കുമ്പോഴാണ് ഒരു പുതിയ ആശയവുമായി ഒരു പുതിയ മനുഷ്യൻ മക്കത്ത് വന്ന് എന്നൊരു വാർത്ത കിട്ടുന്നത്. ആ മനുഷ്യനെ കാണാനും അദ്ദേഹവുമായി സംസാരിക്കാനും ആശയങ്ങളെക്കുറിച്ച് പഠിക്കാനും വേണ്ടി മനുഷ്യൻ അതീവ രഹസ്യമായി മക്കത്തേക്ക് പുറപ്പെട്ടു. മക്കയിൽ വന്നപ്പോൾ റസൂലിനെ കണ്ടുമുട്ടുന്നത് പോലും പ്രയാസമാണ്. അത്രയേറെ ശക്തമായൊരു പ്രതിബന്ധമാണ് മക്കത്ത് മുശ്രിക്കുകൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. വളരെ പരിശ്രമിച്ച് റസൂലിന് മുമ്പിലെത്തി റസൂലിനെ കണ്ടു. ഈ റസൂലിനെ കണ്ടിട്ട് ആ മനുഷ്യന് വന്ന ഉടനെ ഒരു പുതിയ ആൾ വന്നൊരു പുതിയ ആശയവും ഒരു പുതിയ മതവും കൂടെ ഒരാൾ വന്നിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മതത്തിൽ അംഗത്വം എടുക്കാൻ വേണ്ടി വന്നയാളാണ് എന്ന് പറഞ്ഞ് വന്നയാളല്ല.
ഇന്നിപ്പോൾ ആര് വന്നാലും ഒരു സംഘടന പ്രഖ്യാപിച്ച് ഒരു കൊടിയും പ്രഖ്യാപിച്ച് ഒരു 3 അക്ഷരം ഇംഗ്ലീഷിൽ നിന്ന് എടുത്തു വെച്ചാൽ ഒന്നും ആലോചിക്കാതെ പിറകെ കൂടാൻ ഒരുപാട് ആൾക്കാരുണ്ടാകും. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ കടന്നു വരുന്നവരെയല്ല ലോകത്തൊരിക്കലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അവരെല്ലാം നമുക്ക് ആവശ്യം. യുവത്വത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഈ യുവാക്കൾ എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, സമൂഹത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടതെന്ന് വലിയ ഉപദേശം ഇവിടെ കഴിഞ്ഞുപോയി. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന, സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷിക്കുന്ന യുവത്വം, ആ യുവത്വമാണ് സഹാബത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അദ്ദേഹം വന്ന് നബിയുടെ മുമ്പിൽ നിന്നിട്ട് ചോദിച്ചത് മാ അന്ത എന്നാണ്, നിങ്ങൾ എന്താണ് എന്നാണ്. നിങ്ങൾ ആരെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി ജനിച്ച മുഹമ്മദ് എന്ന പേരുള്ള വ്യക്തിയാണ്. അതൊക്കെ എനിക്കറിയാം. അതെങ്കിലും എനിക്കിനി ചോദിക്കാനില്ല. മാ അന്ത, നിങ്ങൾ എന്താണെന്നൊന്ന് പറയാൻ. ആ ചോദ്യം കേട്ട് റസൂലുള്ളാഹി വളരെ ലളിതമായ ഭാഷയിൽ മറുപടി പറഞ്ഞു, അന നബിയും, ഞാൻ നബിയാണ് എന്ന്. വമാ നബിയും, എന്താ നബി എന്ന് പറഞ്ഞാൽ? അർസലനി അള്ളാഹുവാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വബിമാ അർസലക, ചോദ്യവും ഉത്തരവും വളരെ പെട്ടെന്നാണ്. എന്തുമായിട്ടാണ് അള്ളാഹു നിങ്ങൾ അയച്ചത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അർസലനി ബിസ്സിലത്തിൽ അർഹാം വകസിൽ ഔസാൻ വയുവഹിദ് അല്ലാഹു വഹ്ദഹു വലാ യുശ്രികു ബിഹി ഷൈഅ. അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത് അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിക്കെട്ടാൻ വേണ്ടിയാണ്, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥാപിക്കാനും ഷിർക്കിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും പ്രതിഷ്ഠകളെ തകർത്തെറിയാനും വേണ്ടി കടന്നു വന്നവനാണ് ഞാനെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്പം വിശാലമായൊരു മറുപടി ഇത് മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്പം വിശാലമാണതിൻ്റെ മറുപടി എങ്കിലും അതിൻ്റെ ആകസാരം എന്നുള്ളത് 2 കാര്യങ്ങളാണ് റസൂൽ പറയുന്നത്. ഒന്ന്, അറ്റുപോയ ഒരു ചങ്ങലക്കണ്ണിയിലെ അറ്റുപോയ കണ്ണികളെ വിളക്കി ചേർക്കാൻ വേണ്ടി, മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി വന്നവനാണ് ഞാൻ. രണ്ടാമത്, അള്ളാഹുവിൻ്റെ ഏകത്വം സ്ഥാപിച്ച് ബഹുദൈവ വിശ്വാസവും ബഹുദൈവ സങ്കല്പത്തെയും തുടച്ചു നിൽക്കാൻ വേണ്ടി വന്നവനാണ് ഞാനെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വന്നതിൽ ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം തൗഹീദ് സ്ഥാപിക്കലും ഷിർക്കിനെ തുടച്ചു നിൽക്കലാണെങ്കിലും ഒരു പടി മുമ്പേ റസൂൽ പറഞ്ഞത് ബന്ധങ്ങളെ നന്നാക്കാൻ വേണ്ടി എന്നാണ്. അതിൻ്റെ ചില കാരണങ്ങൾ ഉണ്ടാകണം. ഒരുപക്ഷെ റസൂൽ പറഞ്ഞതിൻ്റെ കാര്യം ഒന്നാമതായി 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റസൂൽ പറഞ്ഞതിൻ്റെ ഒരു വളരെ ലളിതമായ നല്ല നിലയിൽ മലയാളത്തിൽ പറഞ്ഞാൽ 2 കാര്യങ്ങൾക്കാണ് റസൂൽ വന്നത്. ഒന്ന്, ഏക മാനവത സമൂഹത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയും 2, ഏകദൈവത്വം ഇവിടെ സ്ഥാപിക്കാനും വേണ്ടിയിട്ടുമാണ്. ആ സംസാരിച്ച സമൂഹത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആദ്യത്തെ ഇതിന് മുൻഗണന കൊടുത്തത്. ഒന്നാമത് പറയേണ്ട ഏകദൈവത്തെ, രണ്ടാമത് പറഞ്ഞിട്ട് ഏക മാനവത, അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിക്കെട്ടാൻ വേണ്ടി വന്നവനാണ് ഞാനെന്ന് തുടങ്ങിയതിൻ്റെ കാര്യം പോലും ആ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന ചിത്രതയെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. തല്ലിപ്പിരിഞ്ഞിരിക്കുന്ന ഗോത്രത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും ദൈവങ്ങളുടെ പേരിലും പ്രതിഷ്ഠയുടെ പേരിലും അവകാശ തർക്കങ്ങൾ വയ്ക്കുകയും അതിൻ്റെ പേരിൽ ചേരിതിരിഞ്ഞ് സമൂഹങ്ങൾ തമ്മിലടിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഉച്ചനീചത്വം സമൂഹത്തെ കാർന്നു നിന്നുന്ന അവസ്ഥയിലാണ് റസൂൽ ഇവിടെ പ്രബോധനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തെ ഒന്നാമത് പഠിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയായിരുന്നു, നിങ്ങളെല്ലാം ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്നുള്ളത്. എല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്ന് മാനവികത, ഏകമാനവത എന്ന സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തമായിട്ടാണ് എന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്നതിൽ നിന്നാണ് റസൂൽ തുടങ്ങുന്നത്. ജനങ്ങളെല്ലാം ഒന്നാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്, വലിയ ഗൗരവമുള്ള വിഷയം. രണ്ടാമത്തെ തൗഹീദ് പറഞ്ഞത് ഏകദൈവത്വം സ്ഥാപിക്കാൻ വേണ്ടി എന്നും പറഞ്ഞത്. ഈ 2 കാര്യങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏകദൈവത്വം സ്ഥാപിച്ചാൽ മാത്രമേ ഏക മാനവത സ്ഥാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഈ കാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ വർഗീയത, വംശീയത എന്നുള്ളത്. ഈ വംശീയതയും വർഗീയതയും സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ ഒന്നാമത് ഏകദൈവത്വം സ്ഥാപിക്കപ്പെടണം. ഒന്നാമത് ഇന്ന് നമ്മൾ ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ലോകത്ത് എവിടെ നോക്കിയാലും സംഘട്ടനമാണ്, യുദ്ധങ്ങളാണ്, കലാപങ്ങളാണ്, പരസ്പരം വർഗീയ വിദ്വേഷങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ മനുഷ്യന്മാർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കമന്റ് ബോക്സ് യൂട്യൂബിനകത്ത് ഒരു കമന്റ് നോക്കിയാൽ അവിടെയും മതവർഗീയത തന്നെയാണ്. സമൂഹം എല്ലായിടത്തും ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തമ്മിലടികൾ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. എന്താ കാരണം? ഒരു പരിധിവരെ ജനങ്ങൾ പറയുന്ന മതമാണ് പ്രശ്നം, മതങ്ങളാണ് പ്രശ്നം. മതങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകത്ത് സമാധാനം ഉണ്ടാകുമായിരുന്നു. മതങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ വിഭാഗീയത ഉണ്ടാകുമായിരുന്നില്ല. മതങ്ങളില്ലായിരുന്നെങ്കിൽ തമ്മിലടി ഉണ്ടാകുമായിരുന്നില്ല. അല്ല, ഒരു പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വാസ്തവമായിട്ട് തോന്നും, സത്യത്തിൽ അത് ന്യായവുമാണ്. ഒരുപാട് മതങ്ങളില്ലായിരുന്നുവെങ്കിൽ, പലതരത്തിലുള്ള മതങ്ങൾ ഒരുപാട് മതങ്ങളായപ്പോൾ ആ മതങ്ങൾ പരസ്പരം ബഹുമാനിക്കാൻ കഴിയാതെ പരസ്പരം ചേരിതിരിഞ്ഞ് വിരോധം വെച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും മതങ്ങൾ അപരമതത്തെ വിരോധം വയ്ക്കാനോ അപരമത വിശ്വാസികളെ വെറുക്കാനോ ആക്രമിക്കാനോ ആഹ്വാനം ചെയ്തേ കാണാൻ കഴിയില്ല ഒരു മതവും. ഇപ്പൊ ഇസ്ലാമിന്റെ കാര്യം നമുക്ക് തുറന്നു പറയാലോ. ഇസ്ലാമിനകത്ത് എവിടെയെങ്കിലും അമുസ്ലിമീങ്ങളെ കൊന്നൊടുക്കണമെന്ന്,
അകാരണമായി അന്യായമായി ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരാത്ത മനുഷ്യരെ എല്ലാം ആക്രമിക്കണമെന്ന് എവിടെയെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാമിന് വിമർശനങ്ങൾ വരാറുണ്ട്. ഖുർആനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്, കാഫിര്യങ്ങളെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നും അങ്ങനെയുള്ള കുറേ വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ പടച്ചുവിടാറുണ്ട്. അത് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണടച്ചിട്ടാക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുമ്പിലുണ്ട്. ഈ ഖുർആൻ എവിടെയും ഒളിച്ചു വെച്ചിട്ടില്ല. ഇസ്ലാമിന്റെ നിയമസംഹിതയുടെ അച്ചുതണ്ട് വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പറയാത്ത മതമില്ല ഇസ്ലാമിൽ. ഇസ്ലാമിന്റെ മതം പറഞ്ഞത് ഖുർആനാണ്. ആ ഖുർആൻ ഏത് മനുഷ്യനും സുലഭമായി കിട്ടുന്ന വിധത്തിൽ എല്ലാവരുടെയും കയ്യെത്തും ദൂരത്തുണ്ട്. എടുക്കാം, വായിക്കാം, പഠിക്കാം, പഠിച്ചിട്ട് വിമർശിക്കാം. ഒന്നും കൃത്യമായി മനസ്സിലാക്കാതെ വരികൾക്കിടയിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണാതെ ഏതെങ്കിലും എവിടെയെങ്കിലും കേട്ട വാറോലകൾ എടുത്ത് വിമർശിക്കാണ്. ഒരിക്കലും യുദ്ധ താല്പര്യം, യുദ്ധം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നും ഇന്ത്യ പാക് യുദ്ധം നടന്നല്ലോ. ഈ സമയത്ത് അത് യുദ്ധമാണ്. യുദ്ധം നടക്കും. ലോകത്തെ എല്ലാ കാലഘട്ടങ്ങളിലും യുദ്ധം നടക്കും. അത് രാജ്യത്തിന്റെ അനിവാര്യതയാണ്. ഇന്ത്യ രാജ്യം നടത്തിയ യുദ്ധം എന്നുള്ളത് ഇന്ത്യൻ്റെ ഈ ജനതയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്, അവരുടെ ആത്മാഭിമാനത്തിന് വേണ്ടിയാണ്. ഈ രാജ്യം കടന്നു വന്ന ഭീകരവാദികൾക്കെതിരെയുള്ള പ്രത്യാക്രമണമാണ്. ഇത് ലോകത്തുണ്ട്. പക്ഷെ യുദ്ധത്തിന് നിയമമുണ്ടാകും. ഓരോ യുദ്ധങ്ങൾക്കും യുദ്ധ നിയമമുണ്ട്. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ യുദ്ധ നിയമങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാം തികഞ്ഞ പെർഫെക്റ്റായ ഒരു ജീവിത വ്യവസ്ഥ പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിന് യുദ്ധം മാറ്റിവെക്കാൻ പറ്റുമോ? ലോകത്തിന്റെ അവസാനം വരെയും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ജനങ്ങളുടെ സ്വൈര ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുധമെടുക്കേണ്ടി വന്നാൽ, യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, ഏതെങ്കിലും കാലത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നാലും ആ യുദ്ധം ചെയ്യുന്ന മുസ്ലിമിന് വഴി കാണിക്കാൻ ഇസ്ലാമുണ്ട്, ഖുർആനുണ്ട് എന്ന്. അതുകൊണ്ട് ഖുർആൻ യുദ്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ യുദ്ധത്തിൽ പോയിട്ട് കവിത പാടാൻ പറയാൻ പറ്റില്ലല്ലോ. അവിടെ ആയുധമെടുക്കുന്ന നിയമങ്ങളാണ് പറയുന്നത്. എങ്ങനെയാണ് ശത്രുവിനോട് ഏറ്റുമുട്ടേണ്ടതെന്ന് പറയുന്നുണ്ട്. യുദ്ധമുന്നണിയിൽ പോയ നമസ്കാരം നിലനിർത്താൻ പറയുന്നുണ്ട്. അതൊക്കെ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ യുദ്ധ നിയമത്തിന്റെ ഭാഗമായി പറഞ്ഞപ്പോൾ ശത്രുവിനോട് നിങ്ങൾക്ക് അങ്ങോട്ട് വെട്ടാം, ഇങ്ങോട്ട് ആയുധമെടുക്കുന്നത് പോലെ, ഇങ്ങോട്ട് ആക്രമിക്കുന്നത് പോലെ അങ്ങോട്ട് നിങ്ങൾക്ക് അവിടെ ആക്രമിക്കാം എന്ന് അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ ആയത്തുകളെ മനസ്സിലാക്കാതെ ഇസ്ലാം എന്ത് ചെയ്തു? വർഗീയമായി ചിത്രീകരിക്കുന്നുണ്ട്, അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നത് വിടുവായത്ത് മാത്രമാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ മറിച്ച് ഈ ഒരു വസ്തുത അങ്ങനെ നിൽക്കുമ്പോഴും ലോകത്ത് ഈ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. മതങ്ങളാണ് പ്രശ്നം, മതങ്ങളാണ് പ്രശ്നമെന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ മതങ്ങളൊന്നും തന്നെ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നില്ല, പരസ്പരം വിരോധം വെക്കണമെന്ന് പറയുന്നില്ല, പരസ്പരം തമ്മിലടിക്കണമെന്ന് പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ പോലും ഈ മതങ്ങൾ കാരണം ഇവിടെ സംഘടന നടക്കുന്നു. ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങൾ തമ്മിൽ സംഘടനമുണ്ട്, മുസ്ലിം ക്രൈസ്തവർ തമ്മിൽ സംഘടനകളുണ്ട്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംഘടനകളുണ്ട്. അങ്ങനെ ഒട്ടനവധി മതങ്ങൾ തമ്മിൽ ലോകത്ത് സംഘടന നടക്കുന്നത്. ഇത് മതത്തിന്റെ പ്രശ്നമാണോ? ഇത് മതത്തിന്റെ പ്രശ്നമല്ല. മതം വെച്ചിട്ട് ജനങ്ങളെ വിഭാഗീയത ഉണ്ടാക്കി ജനങ്ങളെ ചേരികളാക്കി നിർത്തിയിട്ട് അധികാരി വർഗങ്ങൾ നടത്തുന്ന നാടകമാണിത് എന്നുള്ളത് യാഥാർത്ഥ്യം. ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ഒരു കാരണമാക്കി മതത്തെ ഒരു വശത്ത് വെക്കാണ്. പക്ഷെ അതുപോലും ആ വംശീയ ചിന്താഗതി പോലും തുടങ്ങിയത് ഈ പല മതചിന്തയിൽ നിന്ന് തന്നെയാണ്. അഥവാ ബഹുദൈവത്വമാണ് ഈ ലോകത്ത് ആദ്യമായി വംശീയ ചിന്താഗതി സമൂഹത്തിൽ കൊണ്ടുവന്നത്. അതുവരെയും ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരു കാര്യം അറിയാമായിരുന്നു: നമ്മളെല്ലാവരും ഏക ദൈവത്തിന്റെ അടിമകളായ, ഏക ദൈവത്തിൽ നിന്ന് വന്നിട്ടുള്ളവരായ ഒരേ സഹോദരങ്ങളാണ്, ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണെന്ന ബോധ്യം എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. ഏക മാനവതയും ഏകദൈവത്വവും നിന്നു ലോകത്തൊരു കാലത്ത് കാനന്നാസു ഉമ്മത്തും വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ലോകത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ദൈവത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നില്ല. രണ്ട് ദൈവമുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല. രണ്ട് ജീവിത വീക്ഷണങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യർക്കും അറിയാം നമ്മളെല്ലാവരും ഒരു റബ്ബിന്റെ അടിമകളാണ് എന്ന്, ഒരു റബ്ബിന്റെ സൃഷ്ടികളാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാലഘട്ടം കടന്നുപോയിട്ടുണ്ട്. അന്ന് ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടായിരുന്നില്ല. അന്ന് എല്ലാ ജനങ്ങളും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എന്ന നിലയിൽ ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അക്രമം ഉണ്ടായിട്ടില്ല, വംശീയമായ അതിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായുണ്ട്. ഈ വ്യക്തിപരമായിട്ട് ഈ വംശീയ ചിന്താഗതികൾ വന്നതിന് ശേഷമാണ് ഈ വിഭാഗീയതകളും സംഘടനകളും പിന്നെ ലോകത്തുണ്ടാകുന്നതെങ്കിലും വ്യക്തിപരമായി ധാർമ്മികമായ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളിൽ നിന്ന് ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മതവുമായി ബന്ധമില്ല, വിഭാഗീയതയുമായി ബന്ധമില്ല. അത് മനുഷ്യൻ അവൻ്റെ ഇച്ഛകൾ അതിജീവിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ്. ഈ ലോകത്ത് ആദ്യമായി കൊലപാതകം നടക്കുമ്പോൾ, കൊലപാതകം നടക്കുമ്പോൾ ബഹുദൈവത്വമില്ല, ഒരുപാട് മതങ്ങളില്ല. ആദം നബിയുടെ ആൺമക്കളിൽ ഒരാള് മറ്റേ ആളിനെ കൊല്ലുകയാണ്. എന്താ കാര്യം? അയാളുടെ താല്പര്യം വിജയിച്ചില്ല, അയാളുടെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കുന്നില്ല. ഇച്ഛകൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ ആ ഇച്ഛയെ മറികടക്കാനുള്ള ദൈവഭക്തിയും വിശ്വാസവും ഇല്ലായതുപോലുണ്ട്. അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, വിശ്വാസമുണ്ട്, ആ വിശ്വാസം എത്രത്തോളം രൂഢമൂലമായില്ല. ആ മനുഷ്യന്റെ ഇച്ഛയെ അതിജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു തഖ്വയിലേക്ക് അത് വളർന്നിട്ടില്ലായിരുന്നു.
അതുകൊണ്ടാണ് ആദ്യത്തെ തർക്കത്തിന് പരിഹാരമായി ബലി കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ഇത് കർറബാ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. രണ്ടുപേരോട് ബലി കൊടുക്കാൻ പറഞ്ഞു. രണ്ടിൽ ഒരാളെ സ്വീകരിച്ചു, മറ്റേ സ്വീകരിച്ചില്ല. എന്തുകൊണ്ടാ? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഇച്ഛകൾക്ക് അടിമപ്പെട്ടു പോയ മനുഷ്യൻ അവനല്ല, ഭക്തനായ അവനെ അല്ല അള്ളാഹു സ്വീകരിക്കുക, മറിച്ച് അള്ളാഹുവിനോട് ഭയഭക്തിയുള്ള അള്ളാഹുവിൽ തഖ്വയുള്ള മനുഷ്യന്റെ കർമ്മങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് ഒരു ആദ്യത്തെ മകന്റെ ബലി സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് പറഞ്ഞതിന്റെ കാര്യം, ഇവിടെ വ്യക്തിപരമായിട്ടുള്ള മിസ്റ്റേക്കുകൾ സമൂഹത്തിൽ ഉണ്ടായത് ഭക്തി കുറഞ്ഞപ്പോഴാണ്, അവന്റെ വിശ്വാസത്തിന് ബല കുറഞ്ഞപ്പോഴാണ്, ഇച്ഛകൾ അതിജീവിക്കാൻ കഴിയാതെ പോയപ്പോഴാണ്. പക്ഷേ സാമൂഹികമായ തിന്മകളും അക്രമങ്ങളും വിഭാഗീയതയും തുടങ്ങുന്നത് ഏകദൈവ വിശ്വാസം സമൂഹത്തിൽ നഷ്ടപ്പെട്ടപ്പോഴാണ്. അതാ ഖുർആൻ പറയുന്നത്, യഊക്ക്, യഊസ്, വദ്, നസ്ർ, സുവാ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ സമൂഹത്തിൽ ജീവിച്ച മാന്യന്മാർ, ആ മാന്യന്മാരായ വ്യക്തികളൊക്കെ മരണപ്പെട്ടുപോയി. ആ മരണപ്പെട്ടു പോയ വ്യക്തികളോട് വളരെ ആദരവുണ്ട് സമൂഹത്തിന്, ജനങ്ങൾക്കുള്ള ആദരവ്. ആ ആദരവ് കാരണം അവരുടെയൊക്കെ ശില്പങ്ങൾ പണിത് വെച്ചിട്ട് ആദരസൂചകമായി അവർക്ക് വേണ്ടി സമ്മേളിക്കാൻ തുടങ്ങി ജനങ്ങൾ. അവർക്ക് വേണ്ടി ഒരുമിച്ച് കൂടി, അവർക്ക് വേണ്ടി ചർച്ചകൾ ചെയ്തു. ഓരോരുത്തരും വദ്ദിനെ കുറിച്ച് സംസാരിച്ചു. വദ് എൻ്റെ ഉപ്പാപ്പയാണ് കേട്ടോ, എൻ്റെ ഉപ്പാപ്പയ, അദ്ദേഹം കേമനാണ്, അദ്ദേഹം വലിയ മഹത്വമുള്ള വ്യക്തിയായിരുന്നു എന്ന് വദ്ദിനെ കുറിച്ച് വീരവാദം പറഞ്ഞപ്പോ അപ്പൊ സുവാഹിന്റെ ബന്ധുക്കൾ വരും, സുവാഹിന്റെ ചെറുമക്കളൊക്കെ വന്നിട്ട് സുവാണ് കുറച്ചു അവർ സ്വന്തം ആൾക്കാരെ ഉപ്പാപ്പമാരെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ കെട്ടുകഥകൾ പറയേണ്ടി വന്നു. അവർക്ക് ചില അതിമാനുഷികമായ കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വന്നു. അവരോട് ചോദിച്ചാൽ എന്തും കിട്ടുമെന്നുള്ള വിശ്വാസം ജനങ്ങളിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഈ സമൂഹത്തിൽ വദ്ദും സുവാവും ഒക്കെ തുടങ്ങിയിട്ടുള്ള കുറെ മരിച്ചുപോയ മനുഷ്യരുടെ ശില്പങ്ങൾ ദൈവങ്ങളായി മാറാൻ തുടങ്ങി. അവർക്ക് വേണ്ടി ജനങ്ങൾ ചേരിതിരിയാൻ തുടങ്ങി. അങ്ങനെ വദ്ദിന് വേണ്ടി ഒരു ടീമായി, സുവാഹിന് വേണ്ടി ടീമായി, യഊക്കിന് വേണ്ടിയും യഊസിന് വേണ്ടിയും ടീമായി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത ഉണ്ടായി. ഒരേ ഒരു റബ്ബിനെ ആരാധിക്കുകയും എല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെന്ന് തിരിച്ചറിയുകയും ചെയ്ത സമൂഹത്തിന് ഇന്നത് മാറി. വദ്ദിന്റെ ആൾക്കാർ, സുവാഹിന്റെ ആൾക്കാർ, യഊക്കിന്റെ ആൾക്കാർ, യഊസിന്റെ ആൾക്കാർ പ്രത്യേകം ആരാധനകളായി, പ്രത്യേകം വഴിപാടുകളായി, പ്രത്യേക നേർച്ചകളായി, പരസ്പരം മത്സരങ്ങളായി. ഈ മത്സരങ്ങളാണ് അവർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കിയത്, തർക്കങ്ങളും സംഘടനകളും ഉണ്ടാക്കിയത്. അതാണ് ഇന്നും തുടരുന്നത്. ഇത് മാറണമെങ്കിൽ, ഈ സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന ഈ വംശീയമായ അക്രമങ്ങൾ ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത് ശിർക്കില്ലാത്ത തൗഹീദിലൂന്നിയ ഒരു ജീവിത സമൂഹത്തിലുണ്ടാകണം. ജനങ്ങളെല്ലാവരും ഈമാനികമായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാതെ ഇത് മാറില്ല. ഈ ഷിർക്കിന്റെ അപകടങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു അപകടം ഇതുകൂടിയാണ്. അവിടെ തുടങ്ങുന്നത് ഒന്നാമത്തെ അപകടം, ലോകത്ത് നിന്ന് നിൽക്കുന്ന വിഭാഗീയതയുടെയും വംശീയ ചിന്താഗതികളുടെയും പേര് എന്ന് പറഞ്ഞാൽ ബഹുദൈവത്വമാണ്. മനുഷ്യൻ ഏകനായ റബ്ബിനെ വിശ്വസിക്കുന്നതിന് പകരം പല ദൈവങ്ങളെ വിശ്വസിച്ചപ്പോൾ പല കോണുകൾ പല ചേരികളായി മാറുകയും ആ ചേരിതിരിവുകളെ അധികാരവർഗങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ വംശീയമായ വിരോധങ്ങൾ ഉണ്ടായി. മുസ്ലിമിനോട് വെറുപ്പ് വെക്കുന്ന ഹിന്ദുക്കൾ, ഹിന്ദുവിനോട് വെറുപ്പ് വെക്കുന്ന ക്രൈസ്തവർ, ക്രൈസ്തവരോട് വെറുപ്പ് വെക്കുന്ന മുസ്ലിങ്ങൾ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനോടും പറഞ്ഞിട്ടില്ല ആ മുസ്ലിമിനോട് വെറുപ്പ് വെക്കാൻ. അതിന് എന്തൊക്കെ ചെയ്താലും, ഇനി അവർ അള്ളാഹുവിനോട് ശിർക്ക് വെച്ചാൽ പോലും, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന അള്ളാഹുവിനെ പങ്കു ചേർക്കുകയോ അള്ളാഹുവിനെ അവിശ്വസിക്കുകയോ അള്ളാഹുവെ പരിഹസിക്കുകയോ ചെയ്താൽ പോലും അവനെ ആക്രമിക്കാനുള്ള അനുവാദവുമില്ല. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തികളോട് അക്രമം കാണിക്കലല്ല, അവർക്ക് വേണ്ടി ദഅവത്തെടുക്കലാണ്. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് അജ്ഞതയാണ് അല്ലാഹുവേ, വിവരക്കേടാണ് അല്ലാഹുവേ അവരെ ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളോട് കാണിച്ചതുപോലെ അവരോട് കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർക്ക് വേണ്ടി മാപ്പ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്ന സമൂഹത്തിലുള്ള ഈ അരാജകത്വങ്ങൾ മാറണമെങ്കിൽ തൗഹീദ് പുനഃസ്ഥാപിക്കേണ്ടതിരിക്കുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടേ തീരൂ. നമ്മൾ എല്ലാവരും ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന ഇലാഹക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. നിങ്ങളെല്ലാവരുടെയും റബ്ബ് ഒന്നാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ബാപ്പയും ഒന്നാണ്. ഇത് മനുഷ്യർ മനസ്സിലാക്കിയേ തീരൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് നാട്ടിൽ നടത്തിയ വിപ്ലവ പ്രഖ്യാപനമാണ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് ഇന്നഹു ലാ ഫളൽ ലിഅറബിയ്യിൻ അലാ അജമിയ്യ് വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യ് ഇല്ലാ ബിത്തഖ്വ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ പറയാണ്, നിങ്ങൾ എല്ലാവരും ഒരു ഇലാഹിന്റെ സന്തതികളാണ്, ഒരു റബ്ബിന്റെ സൃഷ്ടികളാണ്. നിങ്ങൾ എല്ലാവരും ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളുമാണ്. അതുകൊണ്ട് തന്നെ ഒരു അറബിക്കും അനറബിയുടെ മേൽ പവിത്രതയില്ല, ഒരു അറബിക്കും അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല, അനറബിക്ക് അറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല. മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡം എന്നുള്ളത് തഖ്വയാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് തഖ്വയാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തഖ്വ ആർജിക്കുന്ന ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന നമ്മളെല്ലാവരും ഒരേ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ടായാൽ ലോകത്താർക്കും നമ്മൾ തമ്മിലെടുപ്പിക്കാൻ കഴിയില്ല. ആ ഏകദൈവത്തെ വീണ്ടെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം ഇതാണ്. ഇതില്ലാത്തടത്തോളം ഉണ്ടാകുന്ന കോട്ടം നമുക്കിടയിലെ വർഗീയമായ ചിന്താഗതികളാണ്. വംശീയതയും വിഭാഗീയതയും എക്കാലവും നിലനിൽക്കും, തുടച്ചു നീക്കാൻ കഴിയില്ല. അത് കഴിയില്ല. അത് സാരമായ പരിക്കുകൾ ഉണ്ടാക്കി സമൂഹത്തിൽ നിലനിൽക്കും. അപ്പോൾ നമ്മളുടെ കരങ്ങൾ ഭദ്രമായിരിക്കണം. നമുക്കൊരു ബോധ്യമുണ്ടല്ലോ, നമുക്കറിയാം അൽ ഖൽഖു കുല്ലുഹും ഇയാലുല്ലാഹ്, എല്ലാവരും അള്ളാഹുവിൻ്റെ കുടുംബമാണ് എന്ന്. ആ ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത് ശിർക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വരുന്നത്, നമ്മൾ ഈ ശിർക്ക് അള്ളാഹുവിനോട് പങ്കുചേർക്കുക എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു തിന്മയാണ്, വളരെ ഗൗരവമേറിയ ഒരു തിന്മയാണ്. ആ തിന്മ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അണുവളവെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അമലുകൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. വിശുദ്ധ ഖുർആൻ നബി അങ്ങയോടും അങ്ങയ്ക്ക് മുമ്പ് കഴിഞ്ഞു പോയവരോടും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് കേട്ടോ. തങ്ങൾ ശിർക്ക് വെക്കുന്ന പക്ഷം, അള്ളാഹുവിന്റെ വിഷയത്തിൽ നിങ്ങൾ പങ്കാക്കുന്ന പക്ഷം, അങ്ങയുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രസക്തി ഉണ്ടാവില്ല, അതൊക്കെ പൊളിഞ്ഞു പോകും, നിലനിൽക്കില്ല എന്ന് റസൂലുള്ളാഹിയോട് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നന്മകൾ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ പ്രവൃത്തികൾ സ്വീകാര്യമാകണമെങ്കിൽ, സുഹൃതങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത് വേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുവിൽ മാത്രം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സംഹിത സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലാത്തിടത്തോളം നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല. ഇവിടെ പൊതുവിൽ പറയാറുണ്ട് മനുഷ്യൻ നന്നായ പോരെ, ഈ വിശ്വാസം ഏതോ ആയിക്കൊള്ളട്ടെ, ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിന് വിശ്വസിച്ചോട്ടെ, ഓരോരുത്തരുടെ താല്പര്യമില്ലേ, 1, 2, 3 അല്ലെങ്കിൽ 30 ദൈവങ്ങളോ ആർക്കും അവരുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വിശ്വസിക്കാനും ആരാധിക്കാനും സ്വാതന്ത്ര്യം കൊടുക്കും. നല്ലത് ചെയ്താൽ പോരെ, മനുഷ്യൻ ഏതോ വിശ്വസിക്കട്ടെ, മനുഷ്യൻ നന്നായാൽ പോരെ, നല്ലത് ചെയ്താൽ പോരെ എന്നൊരു പൊതുവിൽ പറയാറുണ്ട്. അത് മതിയാകുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കാനുള്ളത്. അത് മതിയാകില്ലെന്നാ, അങ്ങനെ മനുഷ്യന് നന്നാവാനും കഴിയില്ലെന്നാ. നന്മ തിന്മ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ കണക്കാക്കുന്നത്? നന്മയും തിന്മയും എന്ന് പറയുമ്പോൾ എന്താണ് നന്മ, എന്താണ് തിന്മ? ഒരു സാഹചര്യത്തിൽ, ഒരു സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കടമ, ആ കടമ പൂർത്തിയാക്കിയാൽ അതിൻ്റെ പേരാ നന്മ. അതിന് വിപരീതമായി പ്രവർത്തിച്ചാൽ അതിൻ്റെ പേരാ തിന്മ എന്നുള്ളത്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വിശന്ന് വന്ന് കൈനീട്ടിയവർ നമ്മൾ ആഹരിക്കാൻ ഭക്ഷണം കൊടുത്താൽ അതിൻ്റെ പേരാണ് നന്മ. കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ശാന്തതയാണ്, നിശബ്ദതയാണ്, അവിടെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കൊടുത്തില്ലെന്ന് മാത്രമല്ല, നമ്മൾ അയാളെ ദ്രോഹിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരാ തിന്മ എന്നുള്ളത്. ഓരോ ഘട്ടത്തിലും ഒരു ബാധ്യതയുണ്ട്, ഓരോന്നിനും ഓരോ ബാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുന്ന ബാധ്യതകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത എന്താണ്? ഏറ്റവും നല്ല പ്രവൃത്തി, ഏറ്റവും വലിയ നന്മ എന്നുള്ളത് അത് അള്ളാഹുവിൽ വിശ്വസിക്കലാണ്. നമ്മളെ പടച്ചുവിട്ടവൻ, നമ്മളെ പടച്ചുവിട്ട റബ്ബുണ്ടല്ലോ, ആ പടച്ചുവിട്ട റബ്ബ്, ആ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ മേലുള്ള ഒന്നാമത്തെ ബാധ്യത. അതാണ് ഏറ്റവും വലിയ പുണ്യം. ആ പുണ്യത്തിന് വിരുദ്ധമായി മനുഷ്യൻ പ്രവർത്തിച്ചാൽ അതിൻ്റെ പേരാ തിന്മ എന്നുള്ളത്. ഈ റസൂലിന്റെ മുമ്പിൽ വന്ന് ഒരു സഹാബി ചോദിച്ചാൽ, നബിയെ ഏറ്റവും വലിയ തിന്മ ഏതാണെന്ന്, ഏറ്റവും വലിയ തിന്മ ഏതെന്ന് റസൂലിനോട് ചോദിക്കുമ്പോൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അൻതജഅലില്ലാഹി നിദൻ ബഹു ഖലഖക എന്ന, റബ്ബ് നിന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് നീ റബ്ബിന് പങ്കാളി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മയെന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. 3 കാര്യങ്ങളാ റസൂൽ അവിടെ പറയുന്ന ഏറ്റവും വലിയ തിന്മകൾ ഏതെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമത് പറഞ്ഞ് റബ്ബ് നിന്നെ സൃഷ്ടിച്ചു, എന്നിട്ട് നീ റബ്ബിന്റെ വിഷയത്തിൽ പങ്കാളികളെ കൊണ്ടുവരിക, അത് ഏറ്റവും വലിയ തിന്മയാണ്. രണ്ടാമത് റസൂൽ പറയുന്നത്, നീ നിന്റെ മക്കളെ കൊന്നുകളയലാണ്. ദാരിദ്ര്യം ഭയന്നിട്ട് നിന്റെ ഭക്ഷണം അവർക്ക് കൂടി കൊടുക്കണമെന്ന് ഭയന്നിട്ട് സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുന്നതാണ് ഏറ്റവും വലിയ പാതകമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ സ്വന്തം അയൽക്കാരന്റെ ഭാര്യയുമായിട്ട് അഭിഹിത ബന്ധം സ്ഥാപിക്കലാണ് ഏറ്റവും കഠിനമായ തിന്മ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 തിന്മകളാണ് പറഞ്ഞത്, പക്ഷെ 3 തിന്മകളെയും വേറെ രീതിയിലാണ് പറഞ്ഞത്. എല്ലാം തിന്മയാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാം തിന്മയാണ്. ഇതിൽ പറഞ്ഞ ഒന്നും ശിർക്ക് തിന്മയാണ്, മക്കളെയല്ല വധം കൊലപാതകം തിന്മയാണ്, അതോടൊപ്പം തന്നെ വ്യഭിചാരവും തിന്മയാണ്. പക്ഷേ ഇതെല്ലാം ഇതിൽ കടുപ്പം കൂടിയ ഡോസ് ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? പടച്ചവൻ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളെ സൃഷ്ടിപ്പിന്റെ പിറകിൽ ഒരാൾക്കും പങ്കില്ല. നിങ്ങളെ പടച്ചവൻ സൃഷ്ടിച്ചിട്ട് ആ പടച്ചവനോട് നിങ്ങൾ പങ്കാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തിന്മയെന്ന് വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് സ്വന്തം മക്കളെ കൊന്നുകളയുക. സ്വന്തം മക്കളെ കൊല്ലുക, ദാരിദ്ര്യം ഭയന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം, ചെലവിന് കൊടുക്കണം എന്ന് ഭയന്നിട്ട് സ്വന്തം മക്കളെ കൊന്നുകളയുക. അത് ഏറ്റവും കരുണ അർഹിക്കുന്നവരെ കൊന്നുകളയുക. ഏറ്റവും കൂടുതൽ കരുണ അർഹിക്കുന്നവർ മക്കളാണ്, അവർ ക്രൂരമായി കൊന്നുകളയുക ഏറ്റവും കഠിനമായ പാവമാണ്. കൊലപാതകം പാവമാണ്, സ്വന്തം മക്കളെ കൊല്ലലാണ് ഏറ്റവും കഠിനമായ പാവമെന്ന്. മൂന്നാമത് റസൂൽ പറഞ്ഞത്, വ്യഭിചാരം പൊതുവേ തിന്മയാണ്, എന്നാൽ നിന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാരെന്ന് അറിയുമോ? നിന്റെ അയൽക്കാരനാണ്.
നീ ഏറ്റവും വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ട വ്യക്തി നിന്റെ അയൽക്കാരനാണ്. ഒരു പക്ഷേ റസൂല് പറയാണ്, ഒരു പക്ഷേ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ സ്വത്തിൽ നിന്ന് പോലും അനന്തരാവകാശം എടുക്കാൻ അർഹതയുള്ളവനായ അയൽക്കാരനെ കുറിച്ച് അള്ളാഹു സംസാരിക്കുമോ എന്ന് എനിക്ക് ഭയം തോന്നി. അയൽക്കാരനെ കുറിച്ച് അള്ളാഹുവിന്റെ ഉപദേശങ്ങൾ കേട്ടപ്പോ ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തിൽ പോലും അവകാശം എൻ്റെ അയൽക്കാരന് കൂടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും ഗൗരവപ്പെട്ട ഒരു ബന്ധമാണ് ഓരോ മനുഷ്യനും തൻ്റെ അയൽക്കാരനോടുള്ളത് എന്ന് പറഞ്ഞു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ അയൽക്കാരന്റെ ഭാര്യയുമായിട്ട് അഭിഹിത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഏറ്റവും കഠിനമായ അക്രമമാണ് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ ദ്രോഹമാണ്. എത്ര നമ്മൾ അയൽക്കാരനോട് നല്ല ബന്ധമോ, അയൽക്കാരനെ വിട്ട് ഇവിടെ എന്ത് മാച്ചാലും ഒരു ഓഹരി അവിടെ കൊടുക്കും, എന്താവശ്യത്തിനും സഹായിക്കും, കടം കൊടുക്കും, വായ്പയായിട്ട് കൊടുക്കും, സമ്മാനങ്ങൾ കൊടുക്കും. എന്നിട്ട് അവൻ്റെ ഭാര്യയായിട്ട് അവിഹിത ബന്ധമുണ്ട്. ഒരു ദിവസം അത് കൈയോടെ പൊക്കിയാലെന്ന് പറയാ, കുഴപ്പമില്ല, നീ ഇത്രയും കാലം ഉപകാരം ചെയ്ത ആളാണല്ലോ, കുഴപ്പമില്ല, തെറ്റില്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാകുമോ? അത് തിന്മയല്ല എന്ന് പറയാൻ എത്ര വലിയ സഹായം ചെയ്തെങ്കിലും ഈ അവിഹിതത്തിനെ എങ്ങനെ ന്യായീകരിക്കുക? അതുപോലെ തന്നെ നിങ്ങൾ ദുനിയാവിൽ എന്തൊക്കെ നന്മ ചെയ്താലും നിങ്ങളെ പടച്ചുവിട്ടൊരു നാഥനുണ്ടല്ലോ, ആ റബ്ബിന്റെ വിഷയത്തിൽ നിങ്ങൾ പങ്കാക്കിയിട്ട് നിങ്ങൾ എന്ത് നന്മ ചെയ്താലും ആ നന്മയ്ക്ക് പ്രസക്തിയില്ല. അമല് നിൽക്കൂല. അതാണ് ഒന്നാമത് പറഞ്ഞത്. നിങ്ങൾ ആത്യന്തികമായി ചെയ്യാനുള്ള നന്മയെന്നറിയുമോ? ആ നന്മ അള്ളാഹുവിനെ അംഗീകരിക്കലാണ്. നിങ്ങളെ ജനിപ്പിച്ചവൻ, നിങ്ങൾക്ക് ജീവിതം നൽകിയവൻ, നിങ്ങൾക്ക് വേണ്ടി പച്ചില മുളപ്പിച്ചവൻ, നിങ്ങൾക്ക് വേണ്ടി മഴ വർഷിപ്പിച്ചവൻ, നിങ്ങൾക്ക് വേണ്ടി ആകാശഭൂമികളെ സംവിധാനിച്ചവൻ, അങ്ങനെ എല്ലാം ചെയ്തവനെ ആ പാർശ്വവൽക്കരിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും കല്ലിന്റെയും കാഞ്ഞിരക്കുറ്റിയുടെയും കബറിന്റെയും മുമ്പിൽ പോയി ഒരു മനുഷ്യൻ നിന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ എത്ര ദാനം ചെയ്തിട്ടും കാര്യമില്ല. റബ്ബിനെ അംഗീകരിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങൾക്ക് ഒരു അംഗീകാരവും ഉണ്ടാവില്ല. ഇതൊന്നാമത് നമ്മൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതെന്തുകൊണ്ട് ഈ ഒന്നാമത് ഇത് പറഞ്ഞറിയുമോ? ഇന്ന ശിർക്ക് ദുൽമുന്നദീം, മാപ്പില്ലാത്ത പാവമാണെന്നും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശിർക്ക് നരകത്തിലെത്തിക്കുമെന്നൊക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നാമത് ഇത് പറഞ്ഞതിന്റെ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാ. ഒരുപാട് നിസ്കാരമുള്ള ആൾക്കാരാ, ഒരുപാട് നിസ്കാരങ്ങളുള്ള ആൾക്കാർ, വിശുദ്ധ റമദാൻ മാസത്തിൽ 30 നോമ്പും ഭംഗിയായി പിടിക്കുന്ന ആൾക്കാർ നമ്മൾ മുസ്ലിമീങ്ങൾക്കിടയിൽ എല്ലാ പരിപാടിയുണ്ട്, എല്ലാ നന്മകളുമുണ്ട്. ഇസ്ലാമികമായ എല്ലാ നന്മകളുടെയും സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോഴും അവർക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാതെയും ചിലരുണ്ടായിപ്പോയി എന്നുള്ളത് എത്ര വലിയ അബദ്ധമാണ്. അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കാൻ ചില ആൾക്കാരുണ്ടായിപ്പോയി. യഊക്കിനെയും യഊസിനെയും ഒക്കെ ആരാധിച്ചു തുടങ്ങിയ നോഹ് നബി അലൈഹി ഇസ്ലാമിന്റെ അതേ സമൂഹത്തിന്റെ തായ്വേരുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഇന്നും മരിച്ചുപോയ മഹത് വ്യക്തികളെ ആദരിക്കുമെന്ന് പറഞ്ഞവരിൽ ആരാധിക്കുന്ന ഒരു സമൂഹമായി വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി അവർക്ക് വേണ്ടി നേർച്ചയും വഴിപാടും അർപ്പിക്കുന്നവരായി ഈ സമൂഹം പോകുമ്പോൾ ഈ നന്മകൾ എവിടെ നിൽക്കും? ഇത് ഗൗരവപ്പെട്ട ഒരു ഉത്ബോധനമാണ്, ഗൗരവപ്പെട്ട ഒരു സന്ദേശമാണ്. നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ? അല്ലെങ്കിൽ പണ്ഡിതന്മാർ അതൊന്നും കാണുന്നില്ലേ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഈ ഉമ്മത്തിനെ നയിക്കുന്നവർ, ഖുർആൻ വെച്ചെന്നും പ്രബോധനം ചെയ്യുന്നവർ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ ശഅബ് ബിൻ അബീ ത്വാലിബില് വളരെ കഷ്ടപ്പെട്ട് കിടന്ന സമയമുണ്ട്. അപ്പോഴും ഈ തൗഹീദ് വിട്ടിട്ടില്ല. റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ചില ആൾക്കാർ ഇത്രയും വലിയ സംഘർഷങ്ങൾ അനുഭവിച്ചു, ഇത്രയും നഷ്ടങ്ങൾ, ഇത്രയും വേദനകൾ, ഇത്രയും പീഡനങ്ങൾ അവസാനിപ്പിക്കാൻ മുഹമ്മദ് സുൽഹിലേക്ക് പോകാൻ കാര്യങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വേണ്ട, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം വേണ്ട, നമുക്കിവിടെ അവസാനിപ്പിക്കാം, എല്ലാം അവസാനിപ്പിക്കാം, ഒരു ധാരണയിലെത്താം, മാന്യമായ ഒരു സന്ധി. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. റസൂൽ സന്ധിയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, സന്ധിയാണെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ പറയും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അവർ തുറന്നു പറഞ്ഞു, നിലപാട് പറഞ്ഞു. ഒരു വർഷം നിങ്ങൾ നമ്മളെ ലാത്തെ ഉസ്സയെ ആരാധിക്കുക, അടുത്ത വർഷം നമ്മൾ എല്ലാവരും കൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നു. പ്രശ്നം സോൾവ്. നിങ്ങൾ ഒരു വർഷം ഇങ്ങോട്ട് വരൂ, ഒരു വർഷം നമ്മൾ അങ്ങോട്ട് വരാമെന്ന്. ഒരു വർഷം നിങ്ങൾ കൂടി ലാത്തയും ഉസ്സയും ആരാധിച്ചുകൊണ്ട് നമുക്കിടയിൽ കൂടൂ. ഒരു വർഷം നമ്മൾ എല്ലാവരും കൂടി അള്ളാഹുവിനെ ആരാധിക്കുന്നു, പ്രശ്നം തീരുമല്ലോ എന്ന്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബ്ദൂൻ. നബിയോട് ഖുർആൻ പറഞ്ഞു, നബി പറയേ ഈ പ്രലോഭനമൊന്നും വേണ്ട, ഇങ്ങനെ ഒരു സന്ധി ഇല്ല. നബിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ് ആ സമൂഹത്തിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തൽക്കാലമെങ്കിലും ചെയ്തില്ലെങ്കിൽ പോലും ഒരു സന്ധിക്ക് വേണ്ടിയെങ്കിലും റസൂലിനൊന്ന് കണ്ണടയ്ക്കാമായിരുന്നല്ലോ, ചെയ്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? സ്വന്തം നാടും കിടപ്പാടവും നഷ്ടപ്പെട്ട് രായ്ക്കിരാമാനം നാട് വിടേണ്ടി വന്നപ്പോഴും അള്ളാഹുവിന്റെ റസൂല് നെഞ്ചോട് ചേർത്ത് വെച്ചത് തന്റെ കർത്തവ്യമുണ്ടല്ലോ, ധാർമ്മികമായ ഉത്തരവാദിത്തം, തൗഹീദ് പഠിപ്പിക്കുക. അതിൽ വെള്ളം ചേർക്കാൻ റസൂൽ നിന്നിട്ടില്ല, റസൂലിന് പിറകെ നിന്ന മനുഷ്യർ പോലും നിന്നിട്ടില്ല, അടിമ ബിലാൽ പോലും തയ്യാറായിട്ടില്ല. അടിമയായി നിന്ന് ബിലാലിന് വായിലേക്ക് വെള്ളത്തിന് പകരം മൂത്രമൊഴിക്കുമ്പോഴെങ്കിലും പറയാമായിരുന്നല്ലോ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട് എന്ന്. അപ്പോഴും പറഞ്ഞില്ലല്ലോ. അല്ലാഹു അഹദ്, അല്ലാഹു ഏകൻ എന്ന് പറഞ്ഞ ബിലാൽ റളിയല്ലാഹു അൻഹു, ആ പേര് പറയാനെങ്കിൽ പല മുസ്ലിമുകൾക്ക് അർഹത പോലും ഉണ്ടാവില്ല, അർഹത പോലും ഉണ്ടാവില്ല. വലിയ മുസ്ലിമീങ്ങളാ, വലിയ പാരമ്പര്യമുള്ള മുസ്ലിങ്ങളാ, ഒട്ടനവധി ഹജ്ജുകൾ ചെയ്ത ആൾക്കാരാ. പക്ഷെ എല്ലാം കഴിഞ്ഞു വന്നിട്ട് അവസാനം നിൽക്കുന്ന ദർഗയുടെ മുമ്പിലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്
മരിച്ചുപോയ മനുഷ്യന്റെ ശരീരത്തെ നിങ്ങൾ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനറ്റ് പോയ മനുഷ്യന്റെ ശരീരം നിങ്ങൾ പരിചരിക്കണം, അത് കുളിപ്പിക്കണം, കഫം പൊതിയണം, ദഫൻ ചെയ്യണം, മക്ബറകൾ നിങ്ങൾ സന്ദർശിക്കണം. എന്തിനാ? മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ വലിയ ഉപദേശമില്ല എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കബറിൽ പോയ ഉത്സവത്തിന് ലഹരി ഉണ്ടായത് എന്ന് മുതലാണ്. അവിടെയൊക്കെ ഉത്സവ ലഹരിയാണ്. തോരണങ്ങളും കൊടികളും അങ്ങനെ ഒരുപാട് അലങ്കാര ലൈറ്റുകൾ, എല്ലായിടത്തും ദീപങ്ങൾ, തെളിഞ്ഞു നിൽക്കുന്ന ദീപങ്ങളും, ഔറത്ത് പോലും മറക്കാത്ത അർദ്ധനഗ്നയായ പെണ്ണുങ്ങൾ ആടി ഉലഞ്ഞു നിൽക്കുന്ന അവസ്ഥ, നേർച്ചകളും വഴിപാടുകളും എണ്ണയ്ക്കും പഴത്തിനും വേണ്ടി നിൽക്കുന്നവർ, പട്ടുകീരി എടുക്കാനും പട്ടു കൊടുക്കാനും നിൽക്കുന്ന മത്സരങ്ങൾ, നേർച്ച ഭക്ഷണത്തിന് വേണ്ടി ഒരു നേരത്തെ നേർച്ച ഭക്ഷണത്തിന് കൈനീട്ടി നിൽക്കുന്നവർ, അതിന്റെ മുമ്പ് പോയി പച്ചപ്പരി പരവതാനി പോലെ പച്ചപ്പട്ട് പതിച്ച് കബറിന്റെ മുമ്പിൽ നിന്നിട്ട് കാക്കണമെന്ന് പറയാൻ, സങ്കടങ്ങൾ പറയാൻ, ആവശ്യങ്ങൾ നിരത്താൻ, ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദൂരീകരിക്കാൻ, പാവങ്ങൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നിഷ്കളങ്കരായ സമൂഹം എവിടെയാണോ പിഴച്ചുപോയത്? എങ്ങനെയാണ് നിങ്ങൾ കമലുകൾ സ്വീകരിക്കുക? 150 ഹജ്ജല്ല, ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഹജ്ജ് ചെയ്താലും, ഈ ജീവിതകാലം മുഴുവൻ നിങ്ങൾ സുജൂദ് ചെയ്തിട്ട് മുതുകൾ കൂനായി പോയാലും, നിങ്ങൾ നോമ്പെടുത്ത് നിങ്ങളുടെ ആമാശയങ്ങൾ ഒട്ടിപ്പോയാലും അമലുകൾ സ്വീകരിക്കപ്പെടില്ല. ഒന്നാമത് വേണ്ടത് തൗഹീദാണ്. റബ്ബിന്റെ വിഷയത്തിൽ പങ്കുചേർത്തിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് റബ്ബിന്റെ മുമ്പിലേക്ക്? അള്ളാഹുവിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ നന്ദികേട് ഒരു മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി, ഏറ്റവും വലിയ വഞ്ചന, റബ്ബിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ് ശിർക്ക് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാം നൽകിയവന് ഒന്നുമല്ലാതാക്കി കളഞ്ഞുള്ളൂ. നിങ്ങളെപ്പോലെ മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ച മനുഷ്യരാണോ നിങ്ങൾക്ക് ദൈവങ്ങൾ? നമ്മൾ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ഈമാനോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് പിന്നെ എന്തുമാകാമല്ലോ എന്ന്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് പിന്നെ നമ്മൾ ഇന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആൾക്കാരാണ്. പിന്നെ നമ്മുടെ ഈമാൻ എങ്ങനെ ബാധിക്കുക? ഈ പ്രവർത്തികളൊന്നും ഈമാനെ ബാധിക്കില്ല എന്ന്. അത് ചില ആൾക്കാരുടെ ധാരണ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും ബാധിക്കില്ല, എന്തും ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലാണ് സാധാരണക്കാരനെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്. അതാണ് ഈ ദർഗകൾ, ഈ ഉറൂസ് മഹാമഹങ്ങളെല്ലാം വരുമ്പോൾ അവിടേക്ക് തടിച്ചുകൂടുന്ന ആൾക്കാർ. ഇതൊക്കെ ഒന്ന് ഉപദേശിച്ചാൽ ന്യായമായും മനുഷ്യനെ ശിർക്കെന്നുള്ളത്, തൗഹീദും ശിർക്കുമെന്നുള്ളത് ജീവിതത്തിന്റെ ഇട്ടാവട്ടം കൊണ്ട് അവസാനിക്കുന്ന സംഗതിയല്ല. അനശ്വരമായ പാരത്രിക ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. ഇതിൽ വിട്ടുവീഴ്ചയില്ല. അണ്ണുവളവിന്റെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പുറത്തു വന്നു, മസ്ജിദ് നബവിയിലേക്ക് കയറി വരുമ്പോൾ മദീന പള്ളിയോട് ചേർന്നുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ്, എന്തിനാ നീ കരയുന്നതെന്ന്? എന്തിനാ നീ ഇവിടെ കരയുന്നതെന്ന്? ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഓർത്തുപോയി എന്ന്. ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർത്തുപോയി. അയ്യസിറു മിന റിയായി ശിർകുൻ എന്ന്. ലോകമാന്യ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ പോലും അത് ഷിർക്ക് എന്ന് പറഞ്ഞ പുന്നാർ നബിയുടെ വാക്കുകളുണ്ടല്ലോ, എൻ്റെ ഹൃദയത്തിൽ തട്ടിപ്പോയി എന്ന്. അത് ഷിർക്കാണെന്ന്. എൻ്റെ നിസ്കാരം ഞാൻ നിസ്കരിച്ചപ്പോ, ഞാൻ നന്നായി റുക്കൂ ചെയ്തപ്പോ, ഞാൻ നന്നായി സുജൂദ് ചെയ്തപ്പോ അത് ഈ ആൾക്കാർ കാണാൻ വേണ്ടിയാണോ ചെയ്തതെന്ന് ആശങ്കയുണ്ടല്ലോ, അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ മുശ്രിക്കായി പോയോ എന്ന് ഭയക്കുന്നുണ്ട് എന്ന്. അത്രയും സൂക്ഷ്മത അവർ കാണിച്ചത്. നമ്മൾ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഒന്നും ആയിട്ടില്ലെന്ന് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടുത്തെ മരുന്ന് കിണറിൽ നിന്ന് വെള്ളം കുടി, ഭീമാപ്പള്ളിയിൽ മരുന്ന് കിണർ, അവിടെ നിന്ന് വെള്ളം കുടിച്ചായി ആറ്റിങ്ങര പോയിട്ട് അവിടെ നിന്ന് പാളന്തോടം പഴം അങ്ങോട്ട് ഒരു കൊല്ലം മാച്ചു കൊടുത്തിട്ട് ഒരു പടല ഇങ്ങോട്ട് മാച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭക്തിയോടെ എല്ലാവരും കഴിച്ചിട്ട് എല്ലാ അസുഖത്തിനും മരുന്ന്. ഇതൊക്കെ ആരാ എന്നാ മനസ്സിലാക്കുക? നമ്മൾ ഒരു കൊല അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു പടല ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് ആ പാളയന്തോടം പഴം, ഏതോ പാവം തമിഴൻ കർഷകൻ, അയാൾ കൃഷി ചെയ്തുണ്ടാക്കിയ പഴം, അത് നിങ്ങൾ അതിങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾ രോഗം ശരിയാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ പട്ട് കെട്ടിയിട്ടേ നിങ്ങൾ വാഹനവും കൊണ്ട് റോഡിൽ ഇറങ്ങുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കണം. പോലീസ് സ്റ്റേഷനിൽ അപകടം പറ്റിയ വാഹനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും പട്ടുണ്ടാവും, എല്ലാ കളറും ഉണ്ടാവും. ഈ പട്ടങ്ങും അല്ല ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. നമ്മൾ അങ്ങനെ കണക്കാക്കിയിട്ടുണ്ടോ? ഏത് മുസ്ലിം കാക്കാമരെ വണ്ടി കയറി വയ്ക്കാലും സ്റ്റിയറിംഗിൽ അല്ലെങ്കിൽ ഹാൻഡിൽ ഒരു കെട്ടുണ്ടാവും. ആ കെട്ടിന്റെ കാര്യം എന്ന് പറയുമോ, ഇത് പുതിയ വണ്ടിയാണ്, റോഡിൽ കൊണ്ട് ഇറങ്ങണമെങ്കിൽ രക്ഷ വേണം. ഈ പട്ടാണ് നമ്മുടെ അപകടത്തിന് രക്ഷിക്കാന്ന്. ഇനി എങ്ങാനും ഇത് കെട്ടാത്തൊരുത്തൻ്റെ വണ്ടി പോയി എവിടെയെങ്കിലും മുട്ടിയ അതാ വണ്ടി എടുത്ത് ആദ്യം പോകാനുള്ള കടുവാപ്പള്ളി അല്ലെങ്കിൽ ഭീമപ്പള്ളി, അങ്ങോട്ട് അങ്ങനെയാണ് ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. അങ്ങോട്ട് അങ്ങനെയാണ്. അവിടെ പോയിട്ട് ആ പട്ട് വാങ്ങിക്കണം. പട്ടിന് ഒടുക്കത്തെ ഡിമാൻഡുമാണ്. പട്ടിനാണെങ്കിൽ ഒടുക്കത്തെ ഡിമാൻഡുമാണ്. അങ്ങനെ പെട്ടെന്നും കിട്ടൂല. അത് നല്ല ഭക്തി വേണം. അവർ പറയുന്ന അകത്ത് കാണിക്കണം. അവിടെ നിൽക്കുന്നവന് പ്രത്യേകം കൊടുക്കണം. അവർക്ക് ഏറ്റവും വലിയ അമലുള്ള ആൾക്കാരാണ്, വലിയ പണ്ഡിതന്മാരും വലിയ അമലുള്ള 10-100 പേരൊക്കെ ഒരു സമയത്ത് തള്ളി വന്നിട്ട് യാസീൻ എന്ന് പറയും. 2-3 പേരുണ്ടാവും. എല്ലാവരെയും 500 വെച്ച് വെച്ചിട്ട് ഒരു യാസീൻ ഖുർആൻ ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഒരു 2 സെക്കൻഡ് കൊണ്ട് യാസീൻ തീർക്കുന്ന വലിയ വിദ്വാന്മാരുണ്ട് അവിടെ. ഇതൊക്കെ മനുഷ്യന്മാരിങ്ങനെ കബളിപ്പിച്ച് തിന്ന് കുമ്പവരിപ്പിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാണ്. ഇവിടെ കൊണ്ട് ഇങ്ങനെ തള്ളി മറിക്കാൻ വേണ്ടി പണവും സ്വന്തം ആദർശവും എല്ലാം പോട്ടെ, ദുനിയാവ് കൊണ്ടുപോട്ടെ, ആരെങ്കിലും തിന്നോണ്ട് പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇതെല്ലാത്തിനും ഒടുവിൽ അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ
നീ പോയ സിയാർത്ത് യാത്രകൾ നിനക്ക് ബനയായി മാറില്ലേ? നമ്മൾ വിതച്ചത് കൊയ്യേണ്ടി വരും. നമ്മൾ എറിഞ്ഞതേ നമുക്ക് കിട്ടുള്ളൂ. ആ ഒരു അവസ്ഥയുണ്ട്. പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ ശൂന്യമായ കരങ്ങളുമായി നിൽക്കേണ്ടി വരും. ശിർക്കിന്റെ പാപഭാരം കൊണ്ട് മനുഷ്യങ്ങൾ തലതാഴ്ത്തി പോകും. റബ്ബെടുത്ത് വലിച്ചെറിയും. നേതാക്കളെയും അനുയായികളെയും മൂർത്തികളെയും ബിംബങ്ങളെയും മനുഷ്യരെയും കൂടി വലിച്ചകത്തേക്കെറിയും. ആൾ ദൈവങ്ങളായി വന്നവൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയപ്പോ ഒപ്പം നിന്ന നേതാക്കൾ അവരെല്ലാം കൂടി വലിച്ചെറിയുമ്പോൾ ആ നരകത്തിൽ കിടന്ന് മനുഷ്യൻ വിതുമ്പി പറയും, ചതിച്ചു കളഞ്ഞില്ല മനുഷ്യരെ എന്ന്. ഇത് വേണമായിരുന്നു നമ്മളോടൊന്ന്. ഈ അനശ്വരമായ നരകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച് നിങ്ങളാണെന്ന് പറയുമ്പോൾ അവർ കൈയഴിയും. അത് ഞങ്ങൾ നിർബന്ധിച്ചായിരുന്നു, നിങ്ങൾ കൊണ്ട് തന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട്. എന്നാലും നമ്മളെല്ലാവരും പെട്ടെന്നുള്ള അവസ്ഥയിൽ അനശ്വരമായി നമ്മുടെ മുമ്പിൽ വെച്ച് ജീവിതം എന്ന് പറയുമ്പോൾ ചെറിയൊരു കളിയില്ല, ഇത് ചെറിയൊരു കാര്യമേ അല്ല. അനശ്വരമായ ഒരു ജീവിതം റബ്ബ് നമ്മുടെ മുമ്പിൽ സ്വർഗവും നരകവും വെച്ചിട്ട് വിജയപരാജയങ്ങളുടെ മാനദണ്ഡങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ കാലാകാലങ്ങൾ പ്രവാചകന്മാർ അയച്ചു. പ്രവാചകന്മാർ നിയോഗിക്കാതെ ഒരു സമൂഹത്തെ അല്ലാഹു ശിക്ഷിക്കില്ല. ഉത്ബോധനങ്ങൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? വേദങ്ങൾ നിങ്ങൾ പഠിച്ചില്ലേ നിങ്ങൾക്ക്? ഇതെല്ലാം പഠിച്ചിട്ടും നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്രയെങ്കിലും പോരാ. അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തൗഹീദ് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, അള്ളാഹു അങ്ങനെ പറയുന്നത്, വാനൽ മസ്ജിദി ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഈ പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിനല്ലാതെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കല്ലേ എന്ന്. അള്ളാഹുവിനല്ലാതെ വേറെ പ്രാർത്ഥിക്കാൻ പാടില്ല പള്ളികൾ വെച്ചെന്ന് പറയുമ്പോൾ ഇതിപ്പോ എവിടെ ഉള്ളതെന്ന്? ഇതിപ്പോ അള്ളാഹു പറഞ്ഞാണ്, അള്ളാഹ് പറഞ്ഞാണ്, ഉസ്താദ് പറഞ്ഞില്ലല്ലോ എന്ന്. ഉസ്താദ് അങ്ങനെയല്ല. ഉസ്താദ് പറഞ്ഞത് ഈ പള്ളിയുടെ ഈ ഷായ്പിൽ ഒരു കബർ വന്നിട്ട് ആ കബറിന്റെ അടുത്തുള്ള പ്രാർത്ഥന എന്നാണ് പറയുന്നത്. അകത്ത് പ്രാർത്ഥനയില്ല, അകത്ത് യാന്ത്രികമായ നമസ്കാരം മാത്രം, നാടകീയമായി നടക്കുന്ന ചില പ്രവർത്തികൾ മാത്രം. അവിടെ പ്രാർത്ഥനയൊന്നുമില്ല, ആരും കണ്ണീർ തൂകാറില്ല, വിതുമ്പാറില്ല, സങ്കടങ്ങൾ പറയാറില്ല. മനുഷ്യന്മാർ സങ്കടങ്ങൾ പറയുന്നത് പള്ളിയുടെ പുറത്തിറങ്ങി കറങ്ങി വരുമ്പോൾ അവിടെ ഉണ്ടാവും പച്ചപ്പെട്ടിട്ട് മൂടി കിടത്തിക്കാൻ മനുഷ്യൻ. അയാളോട് പറയും സങ്കടങ്ങൾ. റബ്ബ് നിങ്ങളോട് വലിയ ഗൗരവത്തോട് ആവശ്യപ്പെട്ടു, റബ്ബ് പറയണം, നബിയെ പറഞ്ഞോളൂ, എന്നെ കുറിച്ച് അവർ ചോദിക്കും, നബി എന്നോട് ചോദിക്കാൻ വേണ്ടി ഞാൻ അടുത്തുണ്ടെന്ന് പറയാൻ. ഞാൻ അടുത്തുണ്ട്, എന്നോട് ചോദിക്കട്ടെ എന്ന് റബ്ബ് ആഗ്രഹിക്കുകയാണ്. മനുഷ്യൻ എന്നോട് ചോദിക്കുന്ന നിമിഷത്തിന് വേണ്ടി റബ്ബ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ റബ്ബ് പടച്ചു വിട്ടിട്ട് ഒരു ദിവസം മരിച്ചുപോയ കുറെ മനുഷ്യരുടെ മുമ്പിൽ പോയി സങ്കടം പറയാണ്. ഇത്രയും വലിയ വഞ്ചനയും നന്ദികേടും കാണിക്കുന്ന ഒരു സമൂഹത്തോട് എങ്ങനെയാണ് റബ്ബ് മാപ്പ് കൊടുക്കുക? ഈ തിന്മ ചെയ്യുന്ന മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് എന്താണ് സ്വീകാര്യത ഉണ്ടാവുക? സ്വീകരിക്കപ്പെടില്ല. ഒരു അർത്ഥത്തിൽ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക, നമ്മൾക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഇതാരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്ന പ്രസംഗമൊന്നുമില്ല. നമ്മൾ കുറെ ആൾക്കാർ നല്ലവരായി ഇങ്ങോട്ടിരുന്നിട്ട് ബാക്കിയുള്ളവരെ ചൂണ്ടിയിട്ട് അവരെല്ലാവരും മോശക്കാരാണ് എന്ന് പറയുന്ന സ്വഭാവം നമുക്കില്ല. ആ സിസ്റ്റവും നമ്മുടെ രീതിയില്ല. അതല്ല, അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നവനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒന്നാമത് ശിർക്കിന്റെ ഏറ്റവും താഴെത്തട്ട് നമ്മൾ കൂടി ആലോചിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഇടയിൽ നമുക്ക് സ്വയം ചിലപ്പോൾ തോന്നും, നമ്മളൊക്കെ നല്ല മുഅ്മിനീങ്ങളാണ്, നമ്മളൊക്കെ നല്ല മുഅ്മിനീങ്ങളാണ്, നമ്മളിങ്ങനെ അങ്ങനെ മക്ബറ അങ്ങനെയുള്ള പൊക്കളൊന്നുമില്ല. അത്യാവശ്യം സ്വർഗത്തിന്റെ ഫിർദൗസ് പിടിക്കാൻ മാത്രമുള്ളതൊക്കെ നമ്മളെ കയ്യിലുണ്ട്, നമ്മളെ ശരിയായ മുസ്ലിം എന്നൊരു ധാരണ ഉണ്ടല്ലോ. ആ ധാരണ നമുക്ക് അപകടമാണ്, അത് പാടില്ല. അത് ഒരു തരം ശിർക്ക. അത് ഏത് ശിർക്കാണെന്നോ? സെൽഫിഷാ. നമ്മൾ അപ്പന സ്വന്തത്തെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു എന്ന്. സ്വന്തം ഇച്ഛകളെ ദൈവങ്ങളാക്കിയവരെ കണ്ടിട്ടില്ലേ എന്ന്. അത് ഒരു ശിർക്ക. അള്ളാന്റെ റസൂലടക്കം ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ത്യാഗോജ്ജലമായി ജീവിച്ചു. എന്നിട്ട് റസൂൽ പറയുന്നത് ഷക്കൂറ എന്ന, ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടേ എന്നാ. അപ്പോഴും പ്രാർത്ഥനയാണ് റസൂല്, എന്ന്, ഈ മതത്തിൽ എന്നെ നിലനിർത്തണേ അല്ലാഹുവേ എന്ന്, എന്നെ ചാടിച്ചു കളയല്ലേ എന്ന്, എന്നെ ചാടിക്കല്ലേ എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുവേ എന്നെ നീ മുശ്രിക്കാക്കല്ലേ എന്ന്, എന്നെ നീ മുശ്രിക്കാക്കല്ലേ എന്ന്. ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ്. ഷിർക്കിനെ ആരാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന് ചരിത്രം തുടങ്ങുന്നത് പോലും ചെറിയ ബാല്യം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും ടീനേജ് പ്രായത്തിൽ അദ്ദേഹം തുടങ്ങിയ തൗഹീദിന്റെ വിപ്ലവം ഖുർആൻ ചർച്ചയ്ക്കെടുത്തു. എന്നിട്ട് ആ ഖുർആൻ അവസാനം പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞാൻ ഖലീലാക്കി എന്ന്. അല്ലാഹുവിന് ചങ്ങാതി എന്ന് പറഞ്ഞൊരു പ്രയോഗം ഖുർആനിൽ കൊണ്ടുവന്നെങ്കിൽ ചെറിയ കാര്യമാണോ? സാധാരണ മനുഷ്യനാണോ ഉമ്മത്തൻ ഖാനിത എന്ന്? ഒറ്റയ്ക്കൊരു പട്ടാളം, ഒറ്റയ്ക്കൊരു ജനത എന്ന് പറയാവുന്ന വിധം ജീവിതത്തിൽ തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം റബ്ബിനോട് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ ഇനി മുശ്രിക്കാക്കല്ലേ എന്ന്. അതാ ജീവിതം. അങ്ങനെ അവർ ജീവിച്ചത്. അല്ലാഹു റസൂലിന്റെ ജീവിതം കണ്ട സഹാബത്ത് പഠിച്ചത്, ഓരോ സഹാബാക്കളും ഞാൻ കപട വിശ്വാസിയായി പോകുമെന്ന് ഭയന്നുകൊണ്ടേയിരുന്നു. തന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഷിർക്ക് വരുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു, റിയാ വരുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു, നിഫാഖ് വരുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു, കുഫ്റായി പോകുമോ എന്ന് ഭയന്നുകൊണ്ടേയിരുന്നു. ആരും പെർഫെക്റ്റ് ആണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. എത്രയോ സഹാബാക്കളെ കണ്ടിരിക്കുന്നു ഞാൻ. ഹസൻ ബസരി ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ മീകായിലിന്റെയും ജിബ്രീലിന്റെയും ഈമാനുള്ളവരാണെന്ന്.
അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം, ഉത്ബോധനം എന്നുള്ളത് അവരെ വിമർശിച്ചിട്ട് സായുജ്യം കൊള്ളാനുള്ളതല്ല. പുറത്തു നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടാത്തവർ, തൗഹീദിന് വിരുദ്ധമായി ജീവിക്കുന്നവർ, അവരെയൊക്കെ കൊഞ്ഞനം കുത്തിയിട്ട് നമുക്ക് ആശ്വസിക്കാനുള്ളതല്ല ഉത്ബോധനങ്ങൾ. നമ്മുടെ നെഞ്ചിലേക്ക് കൈകൾ ചൂണ്ടിയിട്ട് നമ്മുടെ തൗഹീദ് അവസാനം വരെ നെഞ്ചകത്തുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇത് വസ്സാബി മക്കളോട് ഉപദേശിച്ച സന്ദർഭം അറിയുമോ നിങ്ങൾക്ക്? എന്താ മക്കളോട് പറഞ്ഞത്? നിങ്ങൾ ആരും തന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിക്കില്ല, എല്ലാത്ത മൂത്തുന്ന ഇല്ല വാന്ത് മുസ്ലിമോൻ, മുസ്ലിമായിട്ടല്ലാതെ മക്കളെ നിങ്ങൾ മരിക്കല്ലേ എന്ന്. മുസ്ലിമായി ജീവിക്കുമ്പോഴും മുസ്ലിമായി മരിക്കുക എന്നുള്ളത് മഹാസൗഭാഗ്യമാണ്. അതിനുവേണ്ടി ജീവിതം നിങ്ങൾ ചിലവാക്കണമെന്ന്, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന്. അവസാനം മുഅ്മിനായും മുസ്ലിമായും മരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ പ്രയത്നിക്കുമ്പോൾ ഒപ്പം സഞ്ചരിക്കുന്നവർക്കുണ്ടാവുന്ന പിഴവുകൾ ചൂണ്ടിക്കാണിക്കാം മാന്യതയുടെ പേരിൽ. അത് പ്രബോധനമാണ്, അത് ദഅവത്താണ്, അത് വിമർശനമല്ല. വിമർശന സ്വഭാവം, കുറ്റപ്പെടുത്തൽ വേണ്ട. അള്ളാഹുവിന്റെ റസൂൽ വിവരക്കേടാ. നമ്മുടെ ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ റസൂൽ ദഅവത്തിന് ഇറങ്ങിയപ്പോൾ ഓരോരുത്തരെയും വിമർശിക്കാൻ നിന്നിരുന്നെങ്കിൽ, കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് ഒതുക്കാൻ നിന്നിരുന്നെങ്കിൽ ദഅവത്ത് മുന്നോട്ട് പോകില്ലായിരുന്നു. അവരെ കുറവുകൾ, അവരെ വീഴ്ചകൾ അതെല്ലാം അവരെ അജ്ഞതയാണെന്ന് മനസ്സിലാക്കിയിട്ട് വിജ്ഞാനം കൊണ്ട് വിപ്ലവം തീർത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ മനുഷ്യ ഹൃദയങ്ങളെയും ചിന്തകൾ ഇട്ടുകൊടുത്തു. ഖുർആന്റെ ആദ്യത്തെ 10 വർഷം ചിന്തിക്കാൻ പറഞ്ഞു. ഖുർആന്റെ ആദ്യത്തെ 10 വർഷം കൽപ്പനകളില്ല, നിർദ്ദേശങ്ങളില്ല, ചിന്തിക്കാൻ പറഞ്ഞു ഒരു സമൂഹത്തോട്. ആകാശത്തിലേക്ക് നോക്കാൻ, ഭൂമിയിലേക്ക് നോക്കാൻ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒട്ടകങ്ങളുണ്ടല്ലോ അതിലേക്ക് നോക്ക്, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നോക്ക്, നിങ്ങളെ കുറിച്ച് ആലോചിക്ക്, എങ്ങനെ ഉണ്ടായത് മനുഷ്യരെ എന്ന്. അഫറൈതും മാ തുംനൂൻ, നിങ്ങൾ എങ്ങനെ ഉണ്ടായത് നിങ്ങൾ ആലോചിക്ക്. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്ക്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളിയുടെ പിറകിൽ ആരാണെന്ന് ആലോചിക്ക്. അങ്ങനെ ആകാശത്തിലേക്കും ഭൂമിയിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ലിഖിതവും അലിഖിതവുമായ ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടി ചിന്തിക്കാൻ സമൂഹത്തോട് പറഞ്ഞു 10 വർഷക്കാലം. അതിനുശേഷമാണല്ലോ പറഞ്ഞത്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും പടച്ച ഒരുവനുണ്ടല്ലോ, അവനാ റബ്ബ്. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും പടച്ചവൻ, സൃഷ്ടിച്ചവനാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത്. ആ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന്. ഇതാണ് പിന്നെ പറയുന്നത്. അതുവരെയും ചിന്തിക്കാൻ സമൂഹത്തോട് പറഞ്ഞു. അതാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ. അതാ നമുക്കിവിടെ പറയാനുള്ളത്, ജനങ്ങളോട് പറയാനുള്ള, എല്ലാവരോടും പറയാനുള്ള കാര്യം എന്നുള്ളത്. ഒന്ന് ആലോചിക്കും മനുഷ്യരെ, നിങ്ങൾ റബ്ബായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടാകാം, ഓക്കെ, അത് വാസ്തവമാണ്. ഇവിടെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷം ആൾക്കാരും വലിയ താളപ്പിഴകൾ ജീവിതത്തിൽ ഉള്ളപ്പോഴും റബ്ബ് എന്ന നിലയിൽ അള്ളാഹു അല്ലാത്ത ഒന്നിനെയും പറയുന്നില്ല. മുഹീദ്ദീൻ ഷെയ്ഖാണ് ആകാശത്തെ പടച്ചു എന്നു, അദ്ദേഹമാണ് ഇന്നും ആഹാരം നൽകുന്നു പറയുന്നില്ല. അങ്ങനെ പറയുന്നവരുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഓരോ മഹാന്മാരുടെ പേര് പറഞ്ഞിട്ട് അവരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് പറയുന്നവരെയും കാണാൻ കഴിയില്ല. അതൊക്കെ റബ്ബ. അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാമായിരുന്നു അതൊക്കെ റബ്ബാണെന്ന്. അവരോട് ചോദിക്ക ആകാശത്ത് മഴ പെയ്യിപ്പിക്കുന്നവൻ ആരാണെന്ന്. അവർ പറയും ഫയഖൂലുന അല്ലാഹു ആണെന്ന് പറയും, തർക്കമില്ല. പിന്നെ അവർക്കവിടെ തെറ്റിപ്പോയത്. റബ്ബ അള്ളാഹുവാണ്, നമ്മളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. ഈ വിഗ്രഹങ്ങൾക്ക് അതിൽ പങ്കില്ല. ഈ ലാത്തയ്ക്കും മുസ്സയ്ക്കും മനാത്തയ്ക്കും അതിൽ പങ്കില്ല. യഊക്കിനും യഊസിനും വദ്ദിനും സുവായിനും അതിൽ പങ്കില്ല. അതൊക്കെ നമുക്കറിയാം. ഇവരൊന്നുമല്ല നമ്മളെ സൃഷ്ടിച്ചത്. ഇവിടെ ജീവിച്ച് മരിച്ചുപോയ മറ്റേതെങ്കിലും മനുഷ്യരല്ല. ഇന്നും നമ്മളോടൊപ്പം ജീവിക്കുന്ന ആൾ ദൈവങ്ങൾക്ക് നമ്മുടെ സൃഷ്ടിപ്പിൽ പങ്കില്ല. അതൊക്കെ നമുക്കറിയാം. പിന്നെ ഇവിടെ പിഴച്ചുപോയത് ഉലൂഹയ്യത്തിന്റെ വിഷയം വരുമ്പോൾ, ആരാധനകളും വഴിപാടുകളും നേർച്ചകളും പ്രാർത്ഥനകളുടെയും വിഷയത്തിൽ അള്ളാഹു മാത്രമല്ല അവകാശി, അത് ഇവർക്ക് കൂടി കൊടുക്കാന്ന്. അവിടെ നമുക്ക് തെറ്റുപറ്റിയത്. റുബൂബിയത്തിന്റെ വിഷയത്തിൽ റബ്ബ് അള്ളാഹു ആണെന്ന വിഷയത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴും ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ മലിക്കിന്നാസ് ഇലാഹിന്നാസ്, അള്ളാഹുവാണ് ഇലാഹ്. ഇലാഹ് അള്ളാഹു മാത്രം. ആരാണോ റബ്ബ്, ആരാണോ മലിക്ക്, അവൻ മാത്രമാകുന്ന യോഗ്യതയാണ് ഇലാഹ് എന്നുള്ളത്. നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവന്റെ അവകാശമാണ് നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ വഴിപാടുകൾ. അത് മറ്റൊരാൾ മുമ്പിൽ വെക്കാൻ അവകാശമില്ല. അവിടെ നമ്മുടെ സമൂഹത്തിൽ തെറ്റുപറ്റിയത്, അവിടെ തെറ്റുപറ്റിയത്. അതൊന്ന് വിശദീകരിച്ചു കൊടുക്കാൻ, അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഇവിടെ ഈ പണ്ഡിത വേഷം കെട്ടുന്നവർക്ക് കഴിയണം. ജനങ്ങളുടെ സ്വർഗനരകത്തിന്റെ പ്രശ്നമാണ്. അത് ഒരു ദിവസത്തിന്റെ വിഷയമല്ല, അനശ്വരമായ ജീവിതമാണ്. അതിന്റെ സാധ്യത പോലും നുള്ളിക്കളയണ്ടേ? അതിന്റെ സാധ്യത പോലും എന്താ തക്കുവ? ഒരു നല്ല കാര്യം, നല്ല കാര്യമാണ്, തർക്കവുമില്ല. ആ നല്ല കാര്യം ചെയ്യാൻ പോയാൽ അവിടെ തിന്മ സംഭവിക്കുമോ എന്നൊരു പേടി. ഒരു നല്ല കാര്യം തന്നെയാണ്. ആ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങിയാൽ തെറ്റുകൾ സംഭവിക്കുമോ എന്ന് ഭയക്കുന്നുണ്ടെങ്കിൽ ആ നല്ലതേ വേണ്ടെന്ന്, ആ നല്ലതേ ചെയ്യാൻ പാടില്ലാന്ന്. നമ്മൾ ഈ മഹാന്മാരുള്ള ആദരവ് കാണിച്ച് ജനങ്ങളൊക്കെ വന്ന ആദരവ്, അല്ലെങ്കിൽ മക്ബറ സിയാർത്ത് ചെയ്ത് മരണത്തെ ഓർത്തിട്ട് പോകും എന്ന നിലയിൽ നിങ്ങൾ ഈ സൽപ്രവൃത്തിയായിട്ടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ വരുന്ന ജനങ്ങൾ അങ്ങനെയല്ല വരുന്നത്. അവർക്ക് പോകുന്ന വലിയ അപകടത്തിലേക്കാണ്. നിങ്ങൾ അതിൽ നന്മ കാണുന്നുണ്ടെങ്കിൽ ആ നന്മയെക്കാളും എത്രയോ കഠിനമായ അപകടമാണ് ശിർക്ക്. സാധാരണക്കാരായ ജനങ്ങൾ അല്ലാതെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കില്ല.
സാധാരണക്കാരനായ ജനങ്ങൾ എങ്ങനെയാണ് പള്ളികളിലേക്ക് വന്നിട്ട് മക്ബറയുടെ മുമ്പിൽ നിന്ന് നരകമരുന്നുമാക്കുന്നതെന്ന് ഒന്നിറങ്ങി നിൽക്ക് ജനങ്ങളുടെ ഇടയിലേക്ക്. എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്, എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്. മറ്റു മതക്കാര്, മറ്റു മതവിശ്വാസികൾ പോലും അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ പോയി കണ്ണടച്ച് ധ്യാനിച്ച് നിൽക്കുമ്പോൾ അവർ പറയുന്ന പൊതുവിൽ പറയുന്നത് ഈ വിഗ്രഹ ആരാധന അവരുടെ ഒരു മതങ്ങളിലും ഇല്ല. ആ വിഗ്രഹങ്ങളെ മുമ്പിൽ വെച്ചിരിക്കുന്നത് തന്നെ അവർക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ്. അവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ് എന്നാണ്. അവർക്ക് പോലും ഒരു ഏകാഗ്രതയോടെ ശാന്തമായ മനസ്സ് വെച്ചിട്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഒന്നേ ഉള്ളൂ. ദേവീ ദേവന്മാരുടെ എണ്ണമാണ് കൂടിപ്പോയത്. ഔലിയാക്കളെ അവരെണ്ണം കൂടിപ്പോയത്. അവർക്കാണ് പ്രതിഷ്ഠകൾ മറ്റോ കൂടുന്നത്. പക്ഷെ അവരും പ്രാർത്ഥിക്കുന്ന ഏകനായ അള്ളാഹുവിനോടാണ് മനസ്സ് ഇങ്ങനെ ധ്യാനിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് നമ്മൾ ആൾക്കാരിൽ പച്ച മലയാളത്തിലും പച്ച തമിഴിലും ഒക്കെ നിന്ന് പരസ്യമായി വിളിച്ചു പറയണം ഓരോന്ന് ആവശ്യങ്ങൾ. ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ഒന്ന് പോയി നിൽക്കണ്ടേ? ജനങ്ങളുടെ പൾസറിയണ്ടേ? ജനങ്ങൾക്ക് തെറ്റുപറ്റുന്നവരെന്ന് മനസ്സിലാക്കേണ്ട പണ്ഡിത സമൂഹം തിരുത്തി കൊടുക്കണ്ടേ? ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ നല്ല ഭാഷയിൽ വേണ്ട. ഇതൊക്കെ വലിയ ഭവിഷ്യത്താണെന്ന്. ഒരു 500 നൂറ്റാണ്ടെങ്കിലും പിറകോട്ട് പോയാൽ, ഒരു 500 നൂറ്റാണ്ടെങ്കിലും പിറകോട്ട് പോയിട്ട് ഈ ഒരു സാഹചര്യം ലോകത്ത് കാണുകയാണെങ്കിൽ, അന്ന് ജീവിച്ചിരുന്നവരാണെങ്കിൽ ഇവിടുത്തെ കബറുകളെല്ലാം ഇടിച്ചു നിരത്തിയിട്ട് അതിന്റെ മേലെ റോഡിടുമായിരുന്നു. കാരണം അത്ര വലിയ അപകടം ഈ സമൂഹത്തിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്ന് റസൂൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കൂടി ജനങ്ങളോട് പറഞ്ഞ് ഗൗരവപ്പെട്ട സന്ദേശമാണ്. ഈ യഹൂദികളെ നസ്രാനികളൊക്കെ അള്ളാഹു വലിയ ശപിച്ചിട്ടുണ്ട് കേട്ടോ എന്ന്, ഭയങ്കരമായി ശപിച്ചിട്ടുണ്ട്. അള്ളാഹു ശാപമുള്ളവരവര്. എന്ത് കാര്യം എന്നറിയാമോ? മരിച്ചുപോയ പ്രവാചകന്മാർ ആദ്യം പ്രവാചകന്മാരെ കൊന്നു കഴിയുമ്പോൾ പിന്നെ മരിക്കുമല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അവരെ പിന്നെ എന്ത് ചെയ്യും? അവരെ കബറുകൾ പള്ളിയാക്കും. യഹൂദി നസ്രാനികൾ വലിയൊരു ശതമാനം ആൾക്കാർ ഒട്ടനവധി പ്രവാചകന്മാരെ കൊന്നു തള്ളിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജൂത സമൂഹം, ബനു ഇസ്രായേലികൾ ഒട്ടനവധി പ്രവാചകന്മാരെ കൊന്നു തള്ളിയവരാ. പക്ഷെ അവർ തന്നെ കബറുകളെ കെട്ടി ഉയർത്തിയിട്ട് ആ പ്രവാചകന്മാരെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അത് റസൂല് പറഞ്ഞിട്ട് ശപിച്ചിരിക്കുകയാണ്. അള്ളാഹുൽ ശാപമുണ്ടെന്ന്. ഏത് സമയത്താണ് പറയുന്നത്? റസൂലും ഒക്കെ ഈ ലോകത്തോട് വിടപടയാറായി, ഞാൻ മരണപ്പെടാൻ പോകുന്നു എന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സഹാബത്തിനോട് പഴയ കാര്യങ്ങൾ പറയാണ്. എന്തിനാ പറഞ്ഞത്? ഞാനും മരിക്കാൻ പോവുകയാണ്, പള്ളി ഉണ്ടാക്കി കളയല്ലെന്ന്, ഉറൂസങ്ങ് നടത്തിക്കളയല്ലേ എന്ന് സഹാബത്തിന് ബോധ്യപ്പെടുത്തൽ. കാരണം അവർക്ക് കാര്യം മനസ്സിലായി. റസൂലാണെങ്കിൽ പോലും മരണപ്പെട്ട് കഴിഞ്ഞാൽ റസൂലിനോട് ആദരവിന്റെ പേരിൽ ഒരു ആരാധനയുടെ രൂപം പോലും വരാൻ പാടില്ല, ആ നിലയിൽ കബറുകൾ കെട്ടി ഉയർത്താൻ പാടില്ല, ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റാൻ പാടില്ല എന്നതാണ് റസൂൽ ഉദ്ദേശിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവിടെ ഉറൂസില്ല, അവിടെ ആഘോഷങ്ങളില്ല, അവിടെ ഇത്തരത്തിലുള്ള ഷിർക്കിന്റെ ഒരു നൂലാമാലകളുമില്ല. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്ത് ഇന്നോളം വന്ന മനുഷ്യരിൽ നമുക്ക് കിട്ടിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മഹാനായ മനുഷ്യൻ, മണ്ണിലൂടെ നടന്ന ഏറ്റവും മഹാനായ മനുഷ്യനോട് പോലും ആദരവിന്റെ അങ്ങേയറ്റത്ത് പോകുമ്പോഴും ആരാധനയുടെ അംശം പോലും കടന്നു വരാതിരിക്കാനുള്ള തീവ്രമായ സൂക്ഷ്മതയുടെ പേരാണ് തൗഹീദ് എന്ന് പറയുമ്പോൾ, ആ തൗഹീദിനെ കളങ്കം വരുത്തിക്കൊണ്ടാണല്ലോ നമ്മൾ ഓരോ മനുഷ്യരും ഇവിടെ മഹത്തുക്കളെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ആരാധന അപകടമാണ്, ഇത് ശിർക്കാണ് എന്ന് ജനങ്ങളോട് പറയേണ്ട ബാധ്യതയും നമുക്കുണ്ട്. അത് ഉൾക്കൊള്ളാനും ചിന്തിക്കാനും സമൂഹം തയ്യാറാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നിർത്തുകയാണ്. എന്നാലും ഗൗരവത്തോടെ 2 കാര്യങ്ങൾ പ്രധാനമായി മനസ്സിലാക്കുക. ഒന്നാമത് നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് തോന്നല് ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടാകാൻ പാടില്ല. മരണം വരെയും നമ്മൾ പോരാടുകയാണ് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ വേണ്ടിയിട്ട്. അതും കഴിഞ്ഞും ഹിസാബിന് വേണ്ടി മഹ്ശറിൽ നിൽക്കുന്ന നീണ്ടൊരു കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ഉദ്യോഗജനകമായ മുഹൂർത്തങ്ങൾ കടന്നു പോകേണ്ടവരാണ്. അതിനെല്ലാത്തിനും കഴിയ തീർപ്പുണ്ടായി സഈദ് എന്ന് അള്ളാഹു പ്രഖ്യാപിച്ച് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്നത് വരെയും നമ്മൾ വിജയികളാവില്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഓവർ കോൺഫിഡൻസ്, അമിതമായൊരു ആത്മവിശ്വാസം വെച്ച് പുലർത്താൻ പാടില്ല. രണ്ടാമത്, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ അവർ അറിഞ്ഞോ അറിയാതെയോ ശിർക്കിന്റെ വാതായനങ്ങൾ തുറന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ സ്നേഹത്തോടെ സൗമ്യമായി സൗഹൃദത്തോടെ കൈപിടിച്ച് അവരെ ബോധവൽക്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഒരു മനുഷ്യനെ നന്നാക്കിയ ചരിത്രമില്ല. അതുകൊണ്ട് തർക്കങ്ങളെക്കാളും ഏറ്റവും നല്ലത് സൗഹൃദപരമായിട്ടുള്ള ആശയവിനിമയങ്ങളും സംവാദങ്ങളുമാണ്. അള്ളാഹു നല്ലത് ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.